2020 ലോക കിരീടം നിലനിർത്തി ചരിത്രം കുറിക്കാൻ ഇന്ത്യ. ന്യൂസിലൻഡാണ് കലാശപ്പോരിലെ എതിരാളികൾ. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ് മത്സരം. മിന്നുന്ന ഫോമിലുള്ള മലയാളി താരം സഞ്ജു സാംസണിലാണ് ആരാധകരുടെ പ്രതീക്ഷ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജയേഷ്, ടീം ഇന്ത്യ മിന്നിക്കുമോ? പ്രതീക്ഷയില്ലേ? അത് തീർച്ചയായിട്ടും തികഞ്ഞ പ്രതീക്ഷയോടെ തന്നെയാണ് രാജ്യത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ ഈ ഒരു മത്സരത്തിനായി, കലാശ പോരാട്ടത്തിനായി, ഇന്ത്യയുടെ പ്രകടനത്തിനായി കാത്തിരിക്കുന്നത്. മത്സരം ആരംഭിക്കാൻ ഇനിയും 7 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്കുള്ള ആ റോഡ് ഒരു നീല കടലായി മാറിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം വലിയ രീതിയിലാണ് ആരാധകരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. इंडिया इंडिया വിൽ ബി ദ മാൻ ഓഫ് ദ മാച്ച്? अभिषेक शर्मा. സഞ്ജു സാംസൺ? No. കടുത്ത ഓസ്ട്രേലിയയുടെ ആരാധകനെ നമുക്കിവിടെ കാണാൻ കഴിയും. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ ബ്രെറ്റ്ലിയുടെ ടാറ്റു ഇവിടെ കുത്തിയത് കാണാം. ബ്രെറ്റ്ലിയുടെ ഒരുപാട് പടങ്ങൾ വെച്ച് അദ്ദേഹം നടക്കുന്നതാണ്. എന്തായാലും ഇന്ത്യയുടെ ആവേശത്തിനിടയ്ക്ക് ഒരു ഓസ്ട്രേലിയൻ ആരാധകനെ കൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ. കാരണം ചരിത്രം പക്ഷേ ഇന്ത്യക്ക് അനുകൂലമല്ല. ഈ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ 33 T20 മത്സരങ്ങൾക്കിടെ 2-2 മത്സരത്തിലാണ് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് ICC ടൂർണമെന്റിൽ. ആ രണ്ടും പരാജയം പിറന്നത് ഈ സ്റ്റേഡിയത്തിലായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കണക്ക് ഇന്ത്യക്ക് മുന്നിലുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു മികച്ച പെർഫോമൻസ് തന്നെ, ചരിത്രമെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കിരീടം ഇവിടെ വെച്ച് സൂര്യകുമാർ യാദവും ഇന്ത്യയും നേടുമെന്നുള്ള തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരുള്ളത്. എടുത്തു പറയാനുള്ളത് മലയാളി താരം സഞ്ജു സാംസന്റെ ഫോമിൽ തന്നെയാണ്. ഒരു 4 മത്സരത്തിന് മുമ്പ് ചിത്രത്തിലേ ഇല്ലാതിരുന്ന സഞ്ജു സാംസണാണ് ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷകൾ അത്രയും ചുമലിലേറ്റുന്നുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിലെ അവസാന മത്സരത്തിലേക്ക് വരുമ്പോഴും സൂപ്പർ 8ലെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈഡൻ ഗാർഡൻസിലായാലും വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും മത്സരത്തിന്റെ മുഴുവൻ മാറ്റും അതുപോലെ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ TV സർവ്വസജ്ജമാണ്.